ഒരു ക്യുക്കമ്പറും ഒരു പച്ച മാങ്ങ ഉണ്ടെങ്കിൽ നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ജ്യൂസ് ഉണ്ടാക്കാം. അപ്പോൾ കുക്കുംബർ അരിഞ്ഞിട്ടിട്ടുണ്ട്, മാങ്ങ അതേപോലെ അരിഞ്ഞിടാം. ഞാൻ മാങ്ങ തൊലി കളഞ്ഞപ്പോൾ കുറച്ച് ചെനഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ നല്ല പച്ച മാങ്ങ എടുക്കാൻ നോക്കുക. പിന്നെ കുറച്ച് ഉപ്പും ഒരു പിടി പുതിനയിലയും നല്ല തണുത്ത വെള്ളം കൂടെ ഒഴിക്കുക. എന്നിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കുക. അതിനുശേഷം ഒന്ന് അരിച്ചെടുക്കുക. അപ്പോൾ നല്ല കൂളിംഗ് നൽകണ ഒരു ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മധുരം വേണ്ടാത്തവർക്കാണെങ്കിൽ ഇങ്ങനെ തന്നെ സെർവ് ചെയ്യുക. പിന്നെ അതിൽ കുറച്ച് പുതിനയിലയും വേണമെങ്കിൽ കുക്കുംബറിൻ്റെ പീസൊക്കെ ഇട്ട് ഗാർണിഷ് ചെയ്തിട്ട് സെർവ് ചെയ്യുക. ഇനി മധുരം വേണ്ട ആൾക്കാർക്ക് ഇതേ സെയിം ജ്യൂസ് വെച്ചിട്ട് തന്നെ വേറൊരു രീതിയിലും കൂടെ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സെർവിങ് ഗ്ലാസ്സിലേക്ക് ആദ്യം തന്നെ കുറച്ച് നന്നാരി സിറപ്പ് ഒഴിക്കുക. നന്നാരി നീണ്ടിയില്ലേ, ആ സിറപ്പ് ഒഴിക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ച സെയിം ജ്യൂസ് തന്നെ ഒഴിക്കുക ബാക്കി ഭാഗത്ത്. അതിനുശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഉപ്പിട്ട ജ്യൂസാണെങ്കിൽ കൂടെ ഈ മധുരത്തിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കിക്കോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസാണിത്.